Welcome to Catalyst Study 2 Plus 1 Chapter 2 Structure of Atom. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് സബ് ആറ്റമിക് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ്, ദെൻ കനാൽ റൈസ് എക്സ്പെരിമെൻറ്റ്, അതിനുശേഷം ചാഡ്വിക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്ററിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ആറ്റംസ്. ഓരോ സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ആറ്റംസ്. ഇലക്ട്രോൺസ് ആണ് ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യപ്പെട്ട സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്. അത് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അപ്പം ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം രൂപപ്പെടുത്തിയ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം മോഡലാണ് ഫസ്റ്റ് സയന്റിഫിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ആറ്റം മോഡൽ. അദ്ദേഹം ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ച കാലത്ത് ആറ്റത്തെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള 3 കൺസെപ്റ്റുകൾ. ഒന്ന്, ആറ്റം ഒരു സ്പെറിക്കൽ ബോഡിയാണ്. രണ്ടാമത്തേത്, ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ആറ്റം ന്യൂട്രൽ ആണ്. അപ്പം ഇദ്ദേഹത്തിന് 3 കൺസെപ്റ്റ് അറിയൂ. എന്തൊക്കെ? ആറ്റം സ്പെറിക്കൽ ഷേപ്പ് ആണ്, ആറ്റത്തില് ഇലക്ട്രോൺസ് ഉണ്ട്, ആറ്റം ഒരു ന്യൂട്രൽ ബോഡിയാണ്. ഈ 3 കാര്യങ്ങൾ അറിയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചാണ് അദ്ദേഹം ഒരു 100 years ബാക്ക് ഫസ്റ്റ് ആറ്റം മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? He took atom as a positive sphere. ആറ്റം ഒരു യൂണിഫോംലി പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്ന ഒരു സ്പിയർ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ, ആറ്റം ഒരു സ്പിയർ ആണ്. എത്രയാണോ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് അത്രയും എണ്ണം ഇലക്ട്രോൺസ് ഈ ആറ്റത്തിൽ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 5 ആണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് എങ്കിൽ 5 ഇലക്ട്രോൺസ് ഈ ആറ്റത്തിൽ ആ സ്പിയറിൽ എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ഇത് കണ്ടു കഴിഞ്ഞാൽ മുറിച്ച ഒരു തണ്ണിമത്തനിൽ കുരുക്കൾ ഇരിക്കുന്ന പോലെയാണ് ഇതിന്റെ ഷേപ്പ്. അതായത് ഈ കാണുന്ന കുരുക്കളെല്ലാം എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ആ ഫ്ലഷി പാർട്ട് എന്തായിരിക്കും? അത് ആറ്റം ആയിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ടർ മെലൺ മോഡൽ, അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. പുഡിങ്ങിന്റെ മുകളിൽ പ്ലംസ് കുത്തിവെച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ. അപ്പോൾ ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 3 പേരുകളാണ് വാട്ടർമെലൺ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ റൈസിൻ പുഡിംഗ് മോഡൽ. ജെ തോംസന്റെ മോഡലിന് ശേഷം സിഗ്നിഫിക്കന്റ് ആയ ഒരു സയന്റിഫിക് ആറ്റമിക് മോഡൽ ഉണ്ടാക്കിയെടുത്തത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അദ്ദേഹം ജെ തോംസൺ പറഞ്ഞതുപോലെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടല്ല ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം എക്സ്പെരിമെന്റലി ആറ്റത്തിന്റെ മോഡൽ ഇന്നതാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗം ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സിലൂടെ ആൽഫ റേഡിയേഷനെ ഇതുവഴി കടത്തിവിടുകയാണ്. ഒരു വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിനകത്തുകൂടി പാസ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ഗോൾഡ് ഫോയിലിനകത്ത് നിന്ന് പുറത്തു വന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ഡിഫ്ലക്ഷൻ അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നു. ആ സ്റ്റഡി ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് യൂസ് ചെയ്തിരിക്കുന്നു? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. ഇത് വെച്ചിട്ടാണ്, ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് റുദർഫോർഡ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. നോക്കാം, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ഉണ്ടായിരുന്നു. ഓർക്കുക, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് ആണ് ഓരോ ആൽഫ പാർട്ടിക്കിളും കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ബോഡിയെ ഇതുവഴി പാസ് ചെയ്യിക്കുകയാണ്. ഒരു ലെഡ് പ്ലേറ്റിനകത്തുകൂടി ട്രിഗർ ചെയ്യിപ്പിച്ച് എവിടേക്ക് വിടുന്നു? ഒരു ഗോൾഡ് ഫോയിലിനകത്തുകൂടി പാസ് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്സ്? അദ്ദേഹത്തിന് കിട്ടിയ ഫസ്റ്റ് റിസൾട്ട്, അദ്ദേഹം കണ്ട ഏറ്റവും അത്ഭുതകരമായ ആദ്യ കാഴ്ച, 99.9% of all the alpha particle pass through the gold foil without any deflection or deviation. യാതൊരുവിധ ഡീവിയേഷനും കൂടാതെ 99.9% ആൽഫ പാർട്ടിക്കിൾസും ഇതുവഴി പാസ് ചെയ്തു പോയി, ഗോൾഡ് ഫോയിലിനകത്ത് കൂടി പാസ് ചെയ്തു പോയി. ദെൻ സെക്കൻഡ് ഒബ്സർവേഷൻ,
Some of the alpha particle deflected in very small angles. വളരെ ചെറിയ കോണുകളിൽ, വളരെ ചെറിയ ആംഗിളുകളിൽ ചില ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്തു പോയി. ഇനി തീർത്തും ചെറിയ അളവിൽ, അതായത് ഏകദേശം 20,000 ആൽഫ റേസ് പാസ് ചെയ്തു പോകുന്ന ടൈമിൽ ഏകദേശം ഒരെണ്ണം മാത്രം 1 in 20,000 എന്ത് ചെയ്യുന്നു? എവിടെ പോയി സ്ട്രൈക്ക് ചെയ്തോ അതേപടി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ്? ഒബ്സർവേഷൻ നമ്പർ 1, 99% of the alpha particle pass through the gold foil without any deviation. Second one, a small number of alpha particle deflected in very small angles. And 1 in 20,000, ഏകദേശം 20,000 എണ്ണം പാർട്ടിക്കിൾസ് പോകുമ്പോൾ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഈ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് കൊണ്ട് അദ്ദേഹം എന്താണ് ഉണ്ടാക്കിയെടുത്ത കൺക്ലൂഷൻസ് നോക്കുക. 99.9% ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിനകത്ത് കൂടി ഫ്രീ ആയിട്ട് പാസ് ചെയ്യണമെങ്കിൽ ആ ഗോൾഡ് ഫോയിലിലെ 99.9% ഏരിയയും എംപ്റ്റി ആണ്. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ പാർട്ടിക്കിൾസിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചേനെ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 99.9% സ്പേസ് ഇൻ an atom is empty. Then second observation, ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ആറ്റത്തിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യണമെങ്കിൽ ആറ്റത്തിനകത്ത് എന്തിരിപ്പുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ആറ്റത്തിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ആ പോസിറ്റീവ് ചാർജ് ബോഡിയുടെ വലിപ്പം വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം, അതായത് ഏകദേശം 20,000 എണ്ണം പാർട്ടിക്കിൾ പോകും മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഒരെണ്ണം പോയി സ്ട്രൈക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ പോസിറ്റീവ് ബോഡിയുടെ വലിപ്പം വളരെ വളരെ കുറവാണ്. അദ്ദേഹം ആ പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടുകൾ? ഫസ്റ്റ് വൺ, 99.9% of the space in an atom is empty. Second one, there is a positive center inside an atom and which is very very small. And by these informations, ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുകയാണ്. He compared his atom model with the model of solar system. സോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണോ സൂര്യന് ചുറ്റും പല പ്ലാനറ്റ്സും റിവോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും പല സ്ഥലങ്ങളിലായി ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്റ്സുമായിട്ട് എന്തിനെ ബന്ധിപ്പിക്കുന്നു? ഇലക്ട്രോൺസിനെ ബന്ധിപ്പിക്കുന്നു. ന്യൂക്ലിയസുമായിട്ട് എന്തിനെ ബന്ധിപ്പിക്കുന്നു? സണ്ണിനെ ബന്ധിപ്പിക്കുന്നു. സൂര്യൻ എങ്ങനെയാണോ അതിന്റെ ഗ്രാവിറ്റേഷൻ കൊണ്ട് മറ്റുള്ള പ്ലാനറ്റ്സിനെ അട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് പോലെ ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് ഇലക്ട്രോൺസിനെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആറ്റം മോഡൽ ആയിരുന്നു റുദർഫോർഡിന്റേത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ആറ്റത്തിന്റെ മോഡൽ അദ്ദേഹം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ഹി വാസ് ദാറ്റ് മച്ച് ജീനിയസ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഫെയിലായി. എന്തുകൊണ്ടാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഫെയിലായത്? അതിന് മെയിൻ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണമാണ് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത്. മാക്സ്വെല്ല് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡി മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് അണ്ടർഗോസ് ആക്സലറേഷൻ. ഒരു ചാർജ്ഡ് ബോഡി സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആക്സലറേഷൻ സംഭവിക്കും. ആക്സലറേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ എനർജി നഷ്ടമാകും. എനർജി നഷ്ടമായി കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ റൂദർഫോർഡ് പറഞ്ഞു അദ്ദേഹത്തിന്റെ മോഡൽ പ്ലാനറ്ററി മോഡലിനോട് തുല്യമാണ്, അല്ലെങ്കിൽ ഏകദേശം പ്ലാനറ്ററി മോഡൽ പോലെ തന്നെയാണ്. ന്യൂക്ലിയസ് എന്ന പോസിറ്റീവ് ചാർജ് ബോഡിക്ക് ചുറ്റും ആര് കടന്ന് റിവോൾവ് ചെയ്യുകയാണ്? ആര് കടന്ന് കറങ്ങുകയാണ്? ഇലക്ട്രോൺസ് എന്ന ചാർജ്ഡ് ബോഡി കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ന്യൂക്ലിയസ്.
അതിന് ചുറ്റും ആര് കടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കടന്ന് കറങ്ങുന്നു. മാക്സ്വെൽ പറഞ്ഞു ചാർജ്ഡ് ബോഡികൾ, ഇലക്ട്രോൺസ് ഒരു ചാർജ്ഡ് ബോഡിയാണ്. ചാർജ്ഡ് ബോഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ആകുമ്പോൾ അത് ആക്സലറേറ്റ് ചെയ്യപ്പെടും, അതിന്റെ എനർജി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പതുക്കെ പതുക്കെ എവിടെ വന്ന് വീഴും? ന്യൂക്ലിയസിനകത്ത് വന്ന് പതിച്ച് ആറ്റം ഇല്ലാണ്ടായി പോകും. അപ്പോൾ റൂദർഫോർഡിന്റെ മോഡലിന് എന്തില്ല, അല്ലെങ്കിൽ റൂദർഫോർഡ് മോഡൽ എന്തിനെ പറ്റി പറയുന്നില്ല? ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്നില്ല. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സാധനവും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു പ്രോസസ് വഴി ഇലക്ട്രോൺസ് വന്ന് ന്യൂക്ലിയസിനുള്ളിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു വസ്തു ഉണ്ടായിരിക്കില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് റൂദർഫോർഡിന്റെ മോഡൽ അംഗീകരിക്കാൻ പറ്റും? എന്തുകൊണ്ട് റൂദർഫോർഡ് മോഡൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്നില്ല? സെക്കൻഡ് വൺ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഇലക്ട്രോൺസ് കറങ്ങുന്നതെന്നും എത്ര ഇലക്ട്രോൺസ് വെച്ചാണ് കറങ്ങുന്നതെന്നും എന്തിനാണ് ഇങ്ങനെ കറങ്ങുന്നതെന്നും എന്നും ആര് പറഞ്ഞിട്ടില്ല? റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല. അതായത് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റി ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? റൂദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മെയിൻലി സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാത്തത് കൊണ്ടാണ് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡല് ഫെയിൽ ആയത്.